2023 ഇന്ത്യക്കെതിരായിട്ട് വ്യാപകമായ ആരോപണം ഉന്നയിച്ച രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് കാനഡയും മറ്റൊന്ന് അമേരിക്ക. പ്രത്യേകിച്ച് ഈ രണ്ട് രാജ്യങ്ങളുടെ അകത്ത് അവരുടെ മണ്ണിൽ വന്ന് ഇന്ത്യ ചാരസംഘടന ഉപയോഗിച്ചുകൊണ്ട് പല ആൾക്കാരെയും എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുന്ന ആരോപണമായിരുന്നു കാനഡയും അമേരിക്കയും 2023 ഇന്ത്യക്കെതിരെ ഉന്നയിച്ചത്. ഇത് തന്നെ കാനഡ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കുന്ന തരത്തിൽ പല നീക്കം നടപ്പാക്കിയതും അത് അവസാനം ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പിൽ കാര്യമായ പ്രശ്നമായിട്ട് മാറിയതും നമ്മൾ കണ്ടിരുന്ന ചില കാര്യമാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ചില സിമിലർ അലഗേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം എന്താണെന്നും ഈ ആരോപണം ഉന്നയിക്കുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്താണെന്നും ഈ ചേഞ്ചസ് ഇന്ത്യ എങ്ങനെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ബാധിക്കാൻ പോകുന്നു പറയുന്ന കാര്യത്തെ പറ്റിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോ ആണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് പാകിസ്ഥാന്റെ കറന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ പറ്റിയും ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെ പറ്റിയും അറിയേണ്ടതുണ്ട്. 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പാണ് അടുത്ത 5 വർഷം ആരാണ് പാകിസ്ഥാൻ ഭരിക്കാൻ പോകുന്നു പറയുന്ന ഒരു നിർണായകമായ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിലോട്ട് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യം കാണാൻ സാധിക്കും. കാരണം പാകിസ്ഥാന്റെ എക്കോണമി അത്രമാത്രം തകർന്ന് ഒരു ആണവായുധമുള്ള രാജ്യം അത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്കോണമിക്കൽ ഡൗൺഫോളിലോട്ട് പോയിട്ട് ഇന്ന് ആ ഒരു ഡൗൺഫോളിൽ നിന്ന് എങ്ങനെ കരകയറി വരുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ രണ്ട് പാർട്ടികൾക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുള്ളൂ പറയുന്നതാണ്. കാരണം പാകിസ്ഥാനിൽ പ്രധാനപ്പെട്ട 3 പാർട്ടികളുണ്ട്. അതിലൊന്ന് ഇമ്രാൻഖാന്റെ PTI എന്ന് പറയുന്ന തെഹരീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയാണ്. രണ്ടാമത്തേത് ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള PPP എന്ന് പറയുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. മൂന്നാമതായിട്ടുള്ളത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നവാസ് ഷെരീഫ് വിഭാഗവുമാണ്. ഈ 3 പാർട്ടികളാണ് പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ സ്വാധീനമായിട്ട് മാറുന്നത്. പക്ഷേ ഇതിൽ PTI എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയെ മത്സരിപ്പിക്കാൻ പാടില്ലെന്ന് പാകിസ്ഥാന്റെ ആർമി ഏകകണ്ഠേനയുടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ പല അംഗങ്ങളെ അറസ്റ്റ് ചെയ്യും. ഏകദേശം 10,000-ഓളം വരുന്ന അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ഇമ്രാൻഖാനെ പോലും ബാൻ ചെയ്തുകൊണ്ട് ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. സോ എൻറ്റയർലി ഈ ഒരു PTIനുള്ള പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ സാധിക്കില്ലെന്നും ആ പാർട്ടിയെ തന്നെ പാകിസ്ഥാന്റെ പൊളിറ്റിക്സിൽ നിന്ന് എലിമിനേറ്റ് പോകുന്നു പറയുന്ന കാര്യത്തെ പറ്റിയുമാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. സോ അവശേഷിക്കുന്ന ബിലാവൽ ഭൂട്ടോയുടെ PPP എന്ന് പറയുന്ന പാർട്ടിയും നവാസ് ഷെരീഫിന്റെ PML എന്ന് പറയുന്ന പാർട്ടിയുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇനി ഇവർ തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഈ രണ്ട് പാർട്ടികൾ PML എന്ന് പറയുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ബിലാവൽ ഭൂട്ടോയുടെ ഈ PPP എന്ന് പറയുന്ന പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒരു കോalition ഗവൺമെന്റ് ഫോം ചെയ്തത്. ഈ ഒരു കോalition ഗവൺമെന്റ് ഇമ്രാൻഖാനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു രൂപീകരിച്ചത്. സോ അങ്ങനെ ഒരു സംയുക്തമായിരിക്കുന്ന ഒരു ഓപ്പോസിഷൻ രൂപീകരിച്ച ഒരു പാർട്ടി അവർ അധികാരത്തിൽ വന്ന് ഏകദേശം ഒരു 3 വർഷത്തോളം അധികാരം നിലനിർത്തിയിരുന്നു. പക്ഷേ ആ അധികാരം നിലനിർത്താനായിട്ട് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് സാധിച്ചില്ല. കാരണം ഈ രണ്ട് പാർട്ടികളകത്ത് തന്നെ കാര്യമായ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. കാരണം അവസാന വർഷങ്ങളിൽ ഇവരുടെ ഭരണം അവസാനിക്കുന്ന ആ ഒരു മാസങ്ങളിലൊക്കെ പാകിസ്ഥാൻ എക്കോണമി ഏറ്റവും വലിയ പ്രശ്നം ഫേസ് ചെയ്തും അവിടെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം വന്നതുമെല്ലാം നിങ്ങൾ കേട്ടിരിക്കും. അതുകൊണ്ട് ഇനി സാമ്പത്തികമായിട്ട് തകർന്ന ഈ പാകിസ്ഥാന് കാരണക്കാരായി മാറിയത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി അതിനെതിരെ ശക്തമായിട്ട് അവരുടെ എതിർപ്പ് അറിയിക്കുകയും ഇങ്ങനെ ഈ ഒരു കോalitionനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും മത്സരിക്കുന്ന ഇന്ന് ആരാണ് അധികാരത്തിൽ വരിക എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ്. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുമുള്ള ഒരു പാർട്ടിയാണ് ഇമ്രാൻഖാന്റെ തെഹരീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി. പക്ഷേ ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല എന്ന് ഔദ്യോഗികമായിട്ടെന്ന് പല വാർത്തകളും കൺഫേം ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഈ ഒരു PTIയുടെ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരിക്കുന്ന ആൾക്കാരുടെ വോട്ട് നേടാനായിട്ട് ബിലാവൽ ഭൂട്ടോ നവാസ് ഷെരീഫിനെതിരെ വ്യാപകമായ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിനാണ് ഈ 10,000-ഓളം വരുന്ന തെഹരീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി മെമ്പേഴ്സിനെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇവരെ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ അധികാരത്തിൽ നിന്ന് ശ്രമിക്കുമെന്നും അത് കൂടാതെ തന്നെ റിവെഞ്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമെന്നുള്ള കാര്യത്തെപ്പറ്റിയും ബിലാവൽ ഭൂട്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതലൊരു ഭൂരിപക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ട് ബിലാവൽ ഭൂട്ടോയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് വോട്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. സോ ബിലാവൽ ഭൂട്ടോ വിജയിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ്റെ പൊളിറ്റിക്സിൽ വീണ്ടും ഒരു അധ്യായം തുറക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ പലരും ഉന്നയിക്കുന്നത്. പക്ഷേ ബിലാവൽ ഭൂട്ടോ വിസസ് നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റോമായിരിക്കും പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ട്. സോ നവാസ് ഷെരീഫ് ഇന്ന് ലണ്ടനിൽ നിന്ന് തിരികെ പാകിസ്ഥാനിൽ വന്ന് പാകിസ്ഥാൻ്റെ വീണ്ടും അധികാര തലപ്പത്ത് വരാനുള്ള ശ്രമം നടപ്പാക്കുന്ന ഒരു അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ പാകിസ്ഥാൻ പൊളിറ്റിക്സ് കാര്യമായി ചേഞ്ചസിലോട്ട് പോകുന്നു പറയുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. സോ പാകിസ്ഥാനിൽ പൊളിറ്റിക്കൽ സ്റ്റോം സംഭവിക്കും, അതായത് ഇത്തരം ഒരു പൊളിറ്റിക്കൽ കൊടുങ്കാറ്റ് സംഭവിക്കുമ്പോൾ അത് എപ്പോഴും ബാധിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സോ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ സ്റ്റോം ആനടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആ ശ്രമങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, പാകിസ്ഥാൻ്റെ ആർമി ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ വീണ്ടും അധികാരത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്ന്. കാരണം ഈ ഒരു ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ ആദ്യഘട്ടങ്ങൾ അധികാരത്തിലെത്തിച്ചത് ഇതേ ആർമിയായിരുന്നു. പക്ഷേ അവസാനം ഇമ്രാൻഖാൻ ആർമിക്കെതിരെ തിരിഞ്ഞതും വ്യാപകമായ പ്രശ്നങ്ങൾ ആർമിക്കെതിരെ ഉന്നയിച്ചതുമല്ല നമ്മൾ കേട്ടിരുന്നു. സോ ആർമി ഇന്ന് മുഴുവൻ കൺട്രോളും പാകിസ്ഥാനിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയിലോട്ട് കൈമാറാൻ ശ്രമിക്കുന്നത്. സോ ആ ഒരു പാർട്ടി ആരായിരിക്കുമെന്ന് ചോദ്യം അവശേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ ഫോം ചെയ്യണമെങ്കിൽ പാകിസ്ഥാനകത്ത് ശക്തമായ ഒരു ജനങ്ങളുടെ അകത്ത് ദേശീയത എന്ന് പറയുന്ന വികാരം ശക്തമാക്കേണ്ടതുണ്ട്. അതിനായിട്ട് പാകിസ്ഥാൻ കണ്ടെത്തിയ മാർഗമാണ് ഇന്ത്യ പാകിസ്ഥാനകത്ത് ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഇല്ലാത്തത് മൂലം വ്യാപകമായ തോതിൽ പല ആക്രമണം നടപ്പാക്കുന്നു പറയുന്നൊരു കാര്യം. ഈ ഒരു അലഗേഷൻ, ഇത്തരമൊരു ആരോപണമാണ് ഇന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ആരോപണം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മാസം മുമ്പ് സംഭവിച്ച 2 മേജർ ഇഷ്യൂവിനെ പറ്റി അറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത്, പാകിസ്ഥാനിൽ ഒക്ടോബർ മാസം 12-ാം തീയതി ജെയ്ഷെ മുഹമ്മദിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് കമാൻഡറായിട്ട് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പട്ടാൻകോട്ട് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്ന അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഷാഹിദ് ലൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പള്ളിയുടെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് അജ്ഞാതർ കൊന്നിരുന്നു. സോ ഈ ഒരു കൊലപാതകം, ഈ കൊലപാതകമായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് മാറിയത്. രണ്ടാമത്തേത്, അതിനു മുമ്പ് തന്നെ സെപ്റ്റംബർ മാസം പാകിസ്ഥാനിൽ നടന്ന മറ്റൊരു അറ്റാക്കാണ്. ഈ അറ്റാക്കിൽ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറായിട്ട് വിശേഷിപ്പിക്കുന്ന റിയാസ് അഹമ്മദിനെ വധിച്ചായിട്ടും അന്ന് വാർത്തകൾ വന്നിരുന്നു. സോ അന്നത്തെ ആ ഒരു വാർത്ത അത്ര വലിയ ഒരു ശ്രദ്ധ നേടിയില്ലെങ്കിലും ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറെ വധിച്ചത് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറിയിട്ടായിരുന്നു. സോ ഈ 2 ന്യൂസ്, ഈ 2 ഇൻസിഡൻസും പാകിസ്ഥാനകത്ത് ഇന്ത്യ നടത്തിയ പ്ലാൻഡ് ആയിരിക്കുന്ന അസാസിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാനിലെ ഫോറിൻ സെക്രട്ടറി ആയിരിക്കുന്ന മുഹമ്മദ് സിറാജ് സജദ് ഖ്വൈസി ഒരു ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനമാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാര്യമായ പ്രശ്നമായി മാറുന്നത്. കാരണം ഇന്ത്യ പാകിസ്ഥാനകത്ത് വന്ന് പാകിസ്ഥാൻ്റെ ഒരു തനതായിരിക്കുന്ന ആ ഒരു മൊത്തം സോവർജിനിറ്റിയും മാനിക്കാതെ പാകിസ്ഥാൻ്റെ അകത്തുള്ള 2 ആൾക്കാരെ വധിച്ചതായിട്ടും അതിന് അസാസിനേഷനായിട്ട് ഉപയോഗിച്ചത് ഇന്ത്യയിലെ തന്നെയുള്ള റോ ഏജൻസിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. ഈ പ്രതികരണത്തിന് ഞങ്ങളുടെ കയ്യിൽ അലഗേഷൻ ഉന്നയിച്ചത് മാത്രമല്ലാതെ തെളിവുകളുണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഈ ഒരു ഫോറിൻ സെക്രട്ടറിയുടെ വാക്കുകൾ കാണാൻ സാധിക്കും. സോ ഇന്ന് കാനഡയും അമേരിക്കയും പിന്തുടർന്ന അതേ ഒരു പാതയിലൂടെ ഇന്ത്യയുടെ സ്പൈ ഗ്രൂപ്പിനെ മുഴുവനായിട്ട് ഒരു കവറപ്പ് ചെയ്തുകൊണ്ട് അവരുടെ പേര് മോശമായി കാണിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ 2 വ്യക്തികൾ, ഈ 2 ടെററിസ്റ്റുകളും അവർ കൊല്ലപ്പെടേണ്ടവരാണോ ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം പാകിസ്ഥാൻ്റെ പല മിനിസ്റ്റേഴ്സും മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. ഇവർ 2 പേരും പാകിസ്ഥാന് ഭീഷണി ആൾക്കാരാണെന്നും പാകിസ്ഥാൻ്റെ പേര് മോശമായി കാണിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ കറന്റ് കെയർടേക്കർ ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ പോലും ട്വിറ്ററിലൂടെ വാർത്തകൾ അറിയിച്ചതായിട്ട് പലപ്പോഴായിട്ടും പല ചർച്ചകളിൽ സംസാരിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ അകത്ത് ഇത്തരം ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിട്ടും ഇന്ന് ആർമി ഒരു പുതിയൊരു പൊളിറ്റിക്കൽ നീക്കം നടപ്പാക്കിക്കൊണ്ട് അവിടെ ശക്തമായ ദേശീയത ശക്തമാക്കാനും ഒപ്പം ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് ഇന്ത്യക്കെതിരെ ഉന്നയിപ്പിക്കാനുമായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയാണ് ഈ ഒരു അറ്റാക്ക് നടത്തി, ഇന്ത്യയാണ് അവരെ ആക്രമിച്ചതെന്നും ഇന്ത്യ ഇനിയും പാകിസ്ഥാനിലെ പല ആൾക്കാരെയും കൊല്ലുമെന്ന് പറഞ്ഞുള്ള ഒരു ബിംബം ഇവിടെ പാകിസ്ഥാൻ്റെ ആർമി ക്രിയേറ്റ് ചെയ്തത്. പാകിസ്ഥാൻ്റെ ആർമി ക്രിയേറ്റ് ചെയ്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഫോറിൻ സെക്രട്ടറി പാകിസ്ഥാൻ്റെ ആർമിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അലഗേഷൻ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഉന്നയിച്ച അലഗേഷനേക്കാളും ഉപരി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആർമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നീക്കമായിട്ട് കണക്കാക്കാൻ സാധിക്കും. സോ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അലഗേഷൻസ്, ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണവും പ്ലസ് അവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളുമെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇത് വൈകാതെ വീണ്ടും ഇന്ത്യക്കെതിരായിട്ട് പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രീ ടെക്സ്റ്റ് ആയിട്ട് മാറുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. സോ പ്രീ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാരണം കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരം പല സിറ്റുവേഷനും പാകിസ്ഥാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ടെററിസ്റ്റുകളെ ഇന്ത്യ വധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ശരിയായ കാര്യമാണ്. കാരണം സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരെ വധിക്കാനായിട്ട് ഈ ടെററിസ്റ്റുകളാണ് ശ്രമിച്ചത്. സോ അവരെ വധിച്ചതിൽ ഒരു തെറ്റുമില്ല, സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പല നീക്കങ്ങളും ഇന്ത്യക്ക് പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിയേക്കാമെന്ന് പറയുന്ന സൂചനയായിട്ടും ഇന്ന് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്ന ഇത്തരം അലഗേഷൻസും ഒരു കാരണമായി മാറുന്നുണ്ട്.
പാകിസ്ഥാൻ മാത്രമല്ലാതെ ഇന്ത്യയുടെ പല സുഹൃത്ത് രാജ്യങ്ങളും ഇന്ത്യക്കെതിരായിട്ട് പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശും മാൽദീവ്സും എല്ലാം ഇന്ത്യക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൈനയുടെ പുതിയൊരു പൊളിറ്റിക്കൽ നീക്കമാണ് മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്നതിനെ പറ്റിയും ഇന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഈ ഒരു പൊളിറ്റിക്കൽ നീക്കം? എന്താണ് ചൈന ഇന്ത്യക്കെതിരെ നടപ്പാക്കുന്ന നീക്കങ്ങൾ? ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജയ് ഹിന്ദ്.